ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നിഖില. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് നമുക്ക് സൈഡ് ഡിഷായിട്ട് ചോറിൻ്റെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു മസാല, അതായത് മുരിങ്ങക്കായ മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മുരിങ്ങക്കായ പെരട്ട് എന്നൊക്കെ പറയും. നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ്. എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. അത് നമുക്ക് ഉണ്ടാക്കാം. ഞാൻ അതിനായിട്ട് ഇത് നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായതാണ്. നല്ല നാടൻ മുരിങ്ങക്കയാണ്. നമുക്കിത് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഞാനിത് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തിട്ട് വരാം കേട്ടോ. ഇതാ ഞാൻ ഇതുപോലെ വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതുപോലൊരു മൺചട്ടി അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കിയ ഈ മുരിങ്ങയ്ക്ക ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഈ മുരിങ്ങക്കായ നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി ഇതൊന്ന് മൂടി വയ്ക്കാം. ഒരു 15 മിനിറ്റ് മതിയാവും. പെട്ടെന്ന് വെന്ത് കിട്ടും. നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു 2 മിനിറ്റും കൂടി ആകുമ്പോൾ ഇത് വെന്ത് കിട്ടിക്കോളും. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. മുരിങ്ങക്കായ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, കണ്ടോ. നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടുന്ന മസാല നമുക്ക് തയ്യാറാക്കണം. അത് ചെയ്യാം. ഇതുപോലൊരു മൺചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1 സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു ചെറിയ സ്പൂണ് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകം മൂത്ത് കഴിയുമ്പോൾ ഒരു 5 വെളുത്തുള്ളി ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ വെളുത്തുള്ളിയാണ്, അത് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇങ്ങനെ വാട്ടി കൊടുക്കാം. വെളുത്തുള്ളി വാടി വരുമ്പോൾ ഞാൻ കുറച്ച് വലിപ്പമുള്ള തന്നെ സവാള എടുത്തിട്ടുണ്ട്. അത് ഞാൻ അരിഞ്ഞു വെച്ചത് ഇതിലിട്ട് കൊടുക്കാം. മീഡിയം സൈസാണെങ്കിൽ ഒരു 3 എണ്ണം എടുക്കണം. വലുതായതുകൊണ്ട് ഞാൻ 2 എണ്ണം എടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ ഉള്ളി വഴന്ന് വരണം. അപ്പോഴാണ് മസാലയ്ക്കൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്കിതിലേക്കൊരു 3 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു 2 കറിവേപ്പില ചേർത്ത് കൊടുക്കാം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ മുരിങ്ങയ്ക്കയിൽ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചത്. അതുകൊണ്ട് നോക്കി ചേർത്ത് കൊടുക്കണം. പെരിഞ്ജീരകത്തിൻ്റെ മണമൊക്കെ നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മസാലയിലൊക്കെ പെരിഞ്ജീരകം ഇടുന്നത്. അതിൻ്റെ സ്മെല്ല് ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. തീ കുറച്ച് വെച്ചിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം.
ഒരു പൊടിക്കാണ്. പിന്നെ 1 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ചെറിയ സ്പൂൺ മുളക് പൊടിയാണ്. എരിവെല്ലാം ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്തോളൂ. ഒരു ചെറിയ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ചെറിയ സ്പൂണ് തന്നെ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 സ്പൂണ് കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഇതിൻ്റെ പൊടികളുടെ പച്ച മണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നവരെ വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മുരിങ്ങക്കായ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ മസാലയൊക്കെ എല്ലാ മുരിങ്ങയ്ക്കയുടെ മുകളിലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ചെറിയ തീയിലൊന്ന് വേവിക്കാം. ഒന്ന് മൂടി വയ്ക്കാം കേട്ടോ. മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇവിടെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ മുരിങ്ങയ്ക്ക മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. തീ ഓഫ് ചെയ്യാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ മുരിങ്ങയ്ക്ക മസാല എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റുള്ള ഒരു മുരിങ്ങയ്ക്ക മസാലയാണ്. താങ്ക് യു.